ആ മാതിരി പണ്ഡിതന്മാരാണ് നമുക്ക് നേതൃത്വം വഹിക്കുന്നത്. ഇതോ ലെറ്റർ പേഡിൽ തന്നെ അല്ലാലും അല്ലല്ലാമ ഖബറുലുലമ താജുലുലമ സകലവും ലെറ്റർ പേഡിൽ വിസിറ്റിംഗ് കാർഡിൽ അവർ കൊടുക്കുന്നത്, അവർ സ്വയം കൊടുക്കുന്ന വിസിറ്റിംഗ് കാർഡിൽ തന്നെ അവരുടെ സ്ഥാനപ്പേരടക്കമുണ്ട്. ലോകം മുഴുവൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ദുനിയാവിൻ്റെ പണ്ഡിതന്മാർ. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഹറവിയായ സംഘടനയാണെങ്കിൽ മറ്റേത് ദുന്യവിയായ സമസ്തയാ. അതിനെന്തൊരു പേര് പറയാറുണ്ട്, എന്താണ്? സമ്പത്ത് ജമാഅത്താണ്. സമ്പത്ത് ജമാഅത്താണ്. അതിന് പറ്റിയ കൂച്ചാണ് ഇപ്പോൾ കിട്ടിയത്. ഉള്ള നിരീശ്വരവാദികളെയും നിർവ്വതവാദികളെയും സകലയിടത്തിനെയും കൂട്ടുപിടിച്ചു. ടി കെ ഹംസ മുസ്ലിയാർ, ഞാൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, ഞാൻ ബേജാറായിപ്പോയി കേട്ടപ്പോൾ. ടി കെ ഹംസ മുസ്ലിയാർ, ഞാൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്. എന്താ ടി കെ ഹംസ മുസ്ലിയാർ? അയാൾ പണ്ട് MLA ആയ കാലത്ത് നിയമസഭയിൽ ഒരു ദിവസം റമദാൻ മാസം ഉച്ചയുടെ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ MLA പറഞ്ഞു ബഹുമാനപ്പെട്ട സ്പീക്കറോട്, ഞങ്ങൾക്ക് വളരെ ക്ഷീണമുണ്ട്, ഞങ്ങൾക്ക് വിശപ്പുണ്ട്, അതുകൊണ്ട് മീറ്റിംഗ് നിർത്തിവെക്കണം. അപ്പോൾ ലോനപ്പം നമ്പാണ് സാധു. അയാൾ പറഞ്ഞു, വിശപ്പുള്ളവർ നല്ല ക്യാൻറ്റീനില്ല, ചൂടുള്ള ഭക്ഷണം. ഞാനും ടി കെ ഹംസ ഇപ്പോൾ ഊണ് കഴിച്ചു വന്നത്. നിയമസഭയിൽ ഇത് പറഞ്ഞ ലോകം മുഴുവൻ അറിയല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി, ടി കെ ഹംസ ഒന്ന് സൂക്ഷിച്ച് നോക്കി, ആരെ ലോനപ്പം നമ്പാണ്. അപ്പോൾ ലോനപ്പം നമ്പാണെന്ന് തോന്നി, എനിക്കെന്തോ അബദ്ധം പറ്റിയത്. അയാൾ പറഞ്ഞു, സോറി, ഞാൻ മാത്രമേ ഊണ് കഴിച്ചിട്ടുള്ളൂ, ടി കെ ഹംസക്ക് നോയമ്പായതുകൊണ്ട് പൂവും പഴവും പാലും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ടി കെ ഹംസ മുസ്ലിയാർ. നല്ല കൂച്ച, ചക്കിക്കൊത്ത ശങ്കരൻ നല്ല കൂച്ച. നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാണ്. പിന്നെ മറ്റേ ചങ്ങായി പൊന്നാനിയിലെ, അയാളെ പൊന്നാനി തന്നെ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. പൊന്നാനിയിലെ ചങ്ങായി പറഞ്ഞറിയോ? പത്രക്കാർ കേരള ശബ്ദമല്ലേ ചോദിച്ചത്, അല്ലേ? നിങ്ങളെന്താ ഇതിൽ കൂടിയത്? നിങ്ങൾ ഇത്ര വലിയ ബുദ്ധിജീവിയൊക്കെ ആയിട്ട് നിങ്ങളെന്താ ഇതിൽ കൂടിയത്? അയാൾ പറഞ്ഞു, ഞാൻ ഇതിൽ കൂടിയത് നമ്മളെ ഈ AP ഉസ്താദിന് ഈ സ്ത്രീ പ്രശ്നത്തിന് എന്തോ ഒരു ചെറിയൊരു അടങ്ങേറുണ്ട്, ഒരു തകരാറുണ്ട്, അതൊന്ന് പരിഹരിക്കാൻ. വിദ്യാഭ്യാസ രംഗത്ത് പോലെ ചിന്താഗതിയൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്, ഈ പ്രശ്നത്തിൽ കൂടെ ഒന്ന് പരിഹരിക്കണം. അയാളെന്തോന്ന് പറഞ്ഞില്ലേ, ഈ ബഹുമാനത്വം എന്തോ പറഞ്ഞു. ഈ വനിതാ വിമോചക പ്രസ്ഥാനക്കാരൊക്കെ AP-ക്ക് എതിരാണ്. ഈ പെണ്ണുങ്ങന്മാരെങ്ങനെ തരണ്ട, അത് ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി ഇയാൾ പറഞ്ഞു, ആ സ്ത്രീ സൂക്കേട് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇത് കൂടിയത്. AP-നെ നന്നാക്കാനാണ് ഈ ചങ്ങായി എന്ന് പറഞ്ഞാൽ പിടിച്ചതിനെക്കാട്ടും വലുതാണ് മാളത്തിലുള്ളത്. AP-നെ നന്നാക്കാനാണ് ഈ ചങ്ങായി ഇതിൽ കൂടിയത്, ഈ രണ്ടതാണിക്കാരൻ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയ മനക്കോട്ടയാണ്. അവർ ജയിച്ച് സമസ്തക്കെതിരിൽ ഒന്നാഞ്ഞടിച്ച് കളയാമെന്ന്. ആ വ്യാമോഹം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തകർന്നടിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സന്തോഷിക്കാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് നമ്മെ അറിയിക്കുന്നത്, ഇന്ത്യ മതേതരത്വം ഭദ്രമായ രാജ്യമാണ്. ഹൈന്ദവ വർഗീയതയ്ക്ക് ഇവിടെ സ്ഥാനമില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ നമ്മോടൊപ്പം തോളോട് തോൾ ചേർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്കുലി പരിമിതമായ ഏതാനും ശതമാനക്കാർ മാത്രമേ തീവ്രമായ മുസ്ലിം വിരുദ്ധ ചിന്തകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, മതേതര ഇന്ത്യക്ക് അഭിമാനകരമായ വിജയം കാഴ്ചവെച്ച ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞ മാതിരി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 8 കാലം മുമ്പിഞ്ഞ് വന്നല്ലോ. കോൺഗ്രസിന് അനുകൂലമായ ഒരു ഗവൺമെൻറ് വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ ചങ്ങായി സന്തോഷിക്കുന്നു. കാരണം ഇവർ കോൺഗ്രസിന് അനുകൂലമായൊരു ഭരണം വന്നതിൽ ഇയാൾ സന്തോഷിക്കണം. അയാൾ കോൺഗ്രസിനെതിരാണല്ലോ. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയാണല്ലോ പോരാടിയത്. കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയാണല്ലോ പോരായത്. ഈ 8 കാലം മുമ്പെന്നായിരുന്നറിയോ? വൈക്കം മുഹമ്മദ് ബഷീർ പഴയ കാലത്തിൽ 8 കാലം മുമ്പുണ്ടായിരുന്നു. ആർക്കെങ്കിലും അവിഹിതമായി ഭർത്താവില്ലാത്ത സ്ത്രീകൾ ഗർഭിണി ആയാൽ ഇയാൾ പറയും, അങ്ങാടി പോയിരുന്നിട്ട് അതിൻ്റെ ആൾ ഞമ്മളാണ്. അപ്പോൾ ആരോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കേട്ടു, അത് ഗർഭിണിയാണെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ അവിടെ പോയിട്ട് പറഞ്ഞു, ഞാൻ അതിൻ്റെ ആൾ. നോക്കുമ്പോൾ ഇത് ആനയായിരുന്നു. ഒരാന ഗർഭിണിയായെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പോയിട്ട് പറഞ്ഞു, ഞാൻ അതിൻ്റെ ആൾ. അതാണ് 8 കാലം. അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ 8 കാലം. ഇയാൾ 3 തവണ പ്രസംഗിച്ചെങ്കിലും എന്ന സംഗതി കുട്ടിക്ക് തിരിയില്ലല്ലോ. യഥാർത്ഥ സാക്ഷാൽ 8 കാര്യം മുമ്പും ഇപ്പോൾ ഉള്ളത് കാരന്തൂർ മർക്കസിലാണ്. 8 കാര്യം ശാഖരണ്ഡത്തിൻ്റെ ഉത്തരവാദിത്വം, എല്ലാ വിജയവും മൂപ്പരും. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ, സ്ഥാനാർത്ഥിൻ്റെ ചിഹ്നം പറയാതെ, സ്ഥാനാർത്ഥിനെ 2 സ്റ്റേജിൽ ഇരുത്തിയിട്ട് പറയാ, ഞങ്ങളിത് പറയാതെ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് തിരിയും. തിരിഞ്ഞ്
കുട്ടികൾക്ക് തിരിഞ്ഞ് നിന്റെ കഥയും കഴിഞ്ഞ്. അതുകൊണ്ട് വിനയപുരസ്സരം എനിക്ക് പറയാനുള്ളത്, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ സമസ്തയിലേക്ക് തിരിച്ചു വരിക, പിരിച്ചുവിട്ട് തിരിച്ചു വരിക. മറ്റേ ചങ്ങാതിനെ വേണ്ട കേട്ടോ, ഉള്ളാൾത്തണം, അതിനെ വേണ്ട, അതിനെ വേണ്ട. ശംസുൽ ഉലമയെ തള്ളിപ്പറഞ്ഞ ആളാണ്, അയാളെ വേണ്ട. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ആരാണെന്നറിയാമോ? ഹാഫിദ് അബ്ദുൽ ഗഫാർ മൗലവി. ഹാഫിദ് അബ്ദുൽ ഗഫാർ മൗലവി പഴയ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ, സമസ്തക്കാരനല്ല, ഹനഫി മദ്ഹബിലെ ഒരു മഹാപണ്ഡിതനാണ്, നല്ലൊരു ആദർശവാദിയാണ്. അയാൾ പറയുന്നു, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ നമുക്കാർക്കും അറിയില്ല എന്ന അയാളുടെ വാദം. നമ്മളാരും കണ്ടിട്ടില്ല. ശംസുൽ ഉലമയെ കണ്ടത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു മാലിക്കി എന്ന് പറയുന്ന മക്കയിലെ ഹറം ഷരീഫിലെ മഹാനായ പണ്ഡിതനും സൗദി അറേബ്യയിലെ ചീഫ് മുഫ്തിയുമായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ്. അതുകൊണ്ടാണ് ആ മഹാൻ ശംസുൽ ഉലമയെ കണ്ടപ്പോൾ ശംസുൽ ഉലമയുടെ വടി പിടിച്ചിട്ട് നിലത്ത് കുത്തുന്ന ഭാഗ ചുംബിച്ചത്. മഹാനായ ബാഫക്കി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, ഈ മനുഷ്യൻ്റെ കൈപിടിക്കാൻ ഞാൻ ഭയപ്പെടുന്നു. ഈ മനുഷ്യൻ്റെ കൈപിടിക്കാൻ ആരായി പറയുന്നത്? അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ്. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ് പറയുന്നത്, ഈ മനുഷ്യൻ്റെ കൈപിടിക്കാൻ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ടാണ് വടി പിടിച്ച് ചുംബിക്കുന്നത്. ബാഫക്കി തങ്ങളാണ് ആ വാർത്ത നമ്മെ അറിയിച്ചത്. ബാഫക്കി തങ്ങളാണ് അറിയിച്ചത്. അതാണ് ശംസുൽ ഉലമ കേട്ടോ. അബ്ദുൽ ഗഫാർ മൗലവി ഒന്നുകൂടി പറഞ്ഞു, ആ ശംസുൽ ഉലമയെ അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞത്, പഴയ കാലത്ത് ഒരു നാട്ടിൽ മഴയില്ലാതെ വിഷമിച്ച സമയത്ത് ആളുകൾ കൂടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മഴ കിട്ടിയില്ല. അപ്പോൾ പ്രായം ചെന്നൊരാൾ പ്രാർത്ഥിച്ചു, എൻ്റെ 2 കണ്ണുകളുടെ ബർക്കത്ത് കൊണ്ട് നീ മഴ വർഷിപ്പിക്കണമേ നാഥ, എൻ്റെ ഈ കണ്ണുകളുടെ ബർക്കത്ത് കൊണ്ട് മഴ വർഷിപ്പിക്കണമേ നാഥ, എൻ്റെ കണ്ണുകളുടെ ബർക്കത്ത് കൊണ്ട് മഴ വർഷിപ്പിക്കണമേ നാഥോ. നന്നായി മഴ കിട്ടി. ആളുകൂടി കൂടിയിട്ട് ഈ പ്രായം ചെന്ന മനുഷ്യനോട് ചോദിച്ചു, എന്താ കണ്ണിൻ്റെ ബർക്കത്ത്? അയാൾ പറഞ്ഞു, അടുത്ത കാലത്ത് നമ്മോട് ഇവിടെ ചോദിച്ച മഹാനായ ഒരു വലിയുണ്ടല്ലോ, ആ വലിയന് നിരവധി തവണ എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയത്, ആ വലിയനെ കണ്ട കണ്ണാണ് റബ്ബേ ഇത്, അതുകൊണ്ട് മഴ വർഷിപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ അവിടെ ഒരു യുക്തിവാദം, ഒരു ഹാബി ചോദ്യം ആരോ പറഞ്ഞു, അങ്ങനെ കണ്ണിന് വർക്കത്തുണ്ടാവും, എന്നാൽ പിന്നെ അബൂജാഹിലിൻ്റെ കണ്ണിൻ്റെ വർക്കത്ത് വേണ്ടി റസൂൽ താനെ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ സാലിഹായ മനുഷ്യൻ പറഞ്ഞു, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. ഫാത്തിമായുടെ പിതാവ് ആമിനായുടെ മകൻ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ മാത്രമേ അബൂജഹലിന് ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. റസൂലുള്ളാഹിനെ കണ്ടത് സിദ്ദീഖ് തങ്ങളാണ്, ഉമർ തങ്ങളാണ്, അലി തങ്ങളാണ്, ഉസ്മാൻ തങ്ങളാണ്, അതുപോലെ ലക്ഷോപലക്ഷം സഹാബാക്കളാണ്. അവരുടെ കണ്ണുകൾക്ക് ബർക്കത്തുമുണ്ട്. ആ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുൽ ഗഫാർ മൗലവി പറയുന്നു, അതുപോലെ നമ്മളാരും ശംസുൽ ഉലമയെ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടത് അൽ-ആലിമുൽ അല്ലാമ ശൈഖുനാ ശംസുൽ ഉലമ മാത്രമാണ് നമ്മൾ കണ്ടത്. എന്നാൽ മക്കയിലെ സൗദി അറേബ്യയിലെ ചീഫ് മുഫ്തിയും ഹറം ഷരീഫിലെ ഇമാമുമായ മഹാനായ ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് മാലിക്കി മഹാനവറുകൾ, അള്ളാഹുവിൻ്റെ അദൃശ്യ ലോകത്ത് ശൈഖുനയുടെ സ്ഥാനം എന്താണ്, ആരിഫീങ്ങളുടെ രാജാവായ നേതാവായ ശൈഖുനയുടെ പദവി എന്താണ് എന്നറിഞ്ഞുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത് എന്ന് പറയുകയുണ്ടായി. ഞാൻ വിനയപുരസരം പറയട്ടെ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതാവ് ഉള്ളാളം തങ്ങൾ ഉൾപ്പെടെ 40 മുഷാവറയാണോ ഉള്ളത്? അല്ല 60 80 എത്രയുള്ളത്? എത്ര മുഷാവറയുടെ അംഗങ്ങളുണ്ടായിരുന്നാലും ശരി, ആ മുഷാവറയിലെ മുഴുവൻ അംഗങ്ങളെയും ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ വെച്ച് മഹാനായ വൈജ്ഞാനിക നവോമണ്ഡലത്തെ ജാജ്വല്യമാനമാക്കിയ പ്രകാശ ഗോപുരം ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവരുടെ നീണ്ട താടിരോമങ്ങളിൽ ഒന്ന് മറ്റേ തട്ടിൽ വെച്ചാൽ ആ താടിരോമത്തിന്റെ മഹത്വത്തിനാണ് ഘനം കൂടുതലുണ്ടാവുക എന്ന് ലോകം സാക്ഷിയാണ്, കാലഘട്ടം സാക്ഷിയാണ്.